ഹായ് ഫ്രണ്ട്സ്, ഇയാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കോളിഫ്ലവർ വറുത്തതാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള കോളിഫ്ലവർ എങ്ങനെ വറക്കണമെന്ന് നോക്കിയാലോ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കോളിഫ്ലവറാണ് എടുത്തേക്കുന്നത്. ഇത് ഏകദേശം ഒരു 750 ഗ്രാമാണ് കേട്ടോ തൂക്കം. ഞാൻ തൂക്കം നോക്കുന്നില്ല, ഒരെണ്ണം കൂടി എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇനി ഇത് ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് മുറിച്ച് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് തീരെ നൈസായിട്ട് കട്ടി കുറച്ചിട്ടൊന്ന് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കണം. ഇനി ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ശകലം ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചേക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും. ഒത്തിരി വെന്ത് പോകരുത്. പിന്നെ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞ് മുറിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കി, തിളച്ച വെള്ളത്തിൽ നമുക്ക് കോരിയെടുത്ത് വെക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ആയാൽ മതി. നമുക്കിത് കോരിയെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. കടലമാവിൻ്റെ അളവാണ് കൂടുതലായിട്ട് വേണ്ടത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഞാൻ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നമ്മളിവിടെ തിളപ്പിച്ച് വെച്ചേക്കുന്ന ആ കോളിഫ്ലവർ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുവാണ്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഈ ബാറ്റർ ഇങ്ങനെ ലൂസായിട്ട് പോകാൻ പാടില്ല കേട്ടോ. ആവശ്യം വെള്ളമൊഴിച്ച് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, ഞാൻ സാധാ പാം ഓയിലാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല ചൂടായ പാം ഓയിലിലേക്ക് ഞാനിത് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുവാണ്. എണ്ണയുടെ ചൂട് കറക്റ്റ് ആയിരിക്കണം. ഒത്തിരി കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുമ്പോഴത്തേനും കരിഞ്ഞു പോകും. തീരെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ കോട്ട് ഇതിൽ പിടിക്കാതെ ആയിട്ട് വരും കേട്ടോ. ആവശ്യത്തിന് കറക്റ്റ് ചൂടിൽ നമ്മൾ നോക്കിയിട്ട് ഇത് ഇട്ട് കൊടുക്കണം. അതിനുശേഷം തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇതിൻ്റെ പുറംഭാഗം ഇങ്ങനെ നല്ല കറുമുറാന്നായിട്ട് വരും. ആ സമയത്ത് നമുക്കിത് എണ്ണയ്ക്കകത്ത് കോരിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു ലെവലാകുമ്പോൾ നമുക്കിത് എണ്ണയ്ക്കകത്ത് കോരിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പുറകു ഭാഗം നല്ല ക്രിസ്പിനെസ് ആയിട്ടുണ്ട്. നല്ല കറുമുറൂന്നാണ് കേട്ടോ ഇരിക്കുന്നത്. കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അവർ വയറ് നിറച്ചും കഴിച്ചോളും. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇത്തിരി ടൊമാറ്റോ സോസും കൂടി ഉണ്ടെങ്കിൽ സംഗതി കളറായി കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.